ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ. അപ്പോൾ അതിനുപേട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്കും, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? അടിപൊളി വിശേഷമായിരുന്നു. അങ്ങനെ നമ്മുടെ കമലയ്ക്ക് ചോറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കമല പറയുന്നത്, എന്തുകൊണ്ട് ഹരിയെ പുറത്തിറക്കി കൂടെ നിങ്ങൾക്ക്? രോഹിത്തിന് ജാമ്യം കിട്ടുമെങ്കിൽ പിന്നെ ഹരിക്ക് ജാമ്യം കിട്ടത്തില്ല. നിങ്ങൾ എന്താ ഹരിയെ പുറത്തിറക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കാത്തത്? നിങ്ങൾക്ക് ആരുടെ മുമ്പ് കുനിയാനോ താഴാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും. പക്ഷെ ബാലചന്ദ്രൻ കണ്ടില്ല, അങ്ങ് എറണാകുളത്ത് വരെ പോയേക്കാണ്. അവിടെ എസ്പിനെയോ ഡിവൈഎസ്പിനെയോ ഒക്കെ കാണാൻ വേണ്ടി പോയേക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവൻ ഇതെല്ലാം അറിയുന്നത്. അപ്പൊ അതൊക്കെ ഇന്നത്തെ വിശേഷത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബാലനെ വിളിക്കുകയാണ് കേട്ടോ ശിവന്. അപ്പം ആദ്യം ശിവൻ ബാലനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത് വേറൊന്നുമല്ല, എറണാകുളത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായി ബാലേന്ദ്ര എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ കാര്യങ്ങളൊക്കെ എന്താകാനാ, എല്ലാം ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നത് കോടതിക്ക് മുമ്പിൽ തന്നെയാണ്. ആ പെങ്കൊച്ചു മൊഴി മാറ്റി പറയുകയാണെങ്കിൽ രോഹിത്തിന് ജാമ്യം കിട്ടും, ഇല്ലെങ്കിൽ ജാമ്യം കിട്ടത്തില്ല, പോലീസുകാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയാ പറയുന്നതെന്ന് പറഞ്ഞപ്പം, അപ്പൊ ആ പെങ്കൊച്ചു മൊഴി മാറ്റി പറയുവോ? മൊഴി മാറ്റി പറഞ്ഞാൽ രോഹിത്തിന് ജാമ്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ അപ്പം ഹരിക്ക് ജാമ്യം കിട്ടാൻ ചാൻസ് ഇല്ലേ? അത് പിന്നെ അവന് ഇതിന് മാത്രം തന്തയില്ലാത്തരം ചെയ്തു വെച്ചിട്ട് അവന് എങ്ങനെയാ ജാമ്യം കിട്ടുന്നത്? ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കാൻ തന്നെ നാണം ആവില്ലേ? കാരണം അവൻ അതുപോലത്തെ കാര്യമല്ലേ ചെയ്തു വെച്ചത്. ഒരു പെണ്ണിനെ പുറകെ നടന്ന് വളച്ചു വീഴ്ത്തി, എന്നിട്ട് അവൻ എന്താ ചെയ്തത്? കൂട്ടുകാർക്കന്മാർക്ക് കൊണ്ടുപോയി കാഴ്ച വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതിന് ജാമ്യം കിട്ടുന്നു തോന്നുന്നുണ്ടോ? എന്ത് വർത്താന ശിവേട്ടൻ ഈ പറയുന്നതെന്ന്. ഇത് കേട്ടതും, ഓഹോ, അപ്പം ബാലചന്ദ്ര, നിന്റെ മകൻ അതിൽ ഒരു പങ്കും ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് നീ നോക്ക് എന്നിങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പം ബാലേന്ദ്രൻ ഇഷ്ടപ്പെടും. ബാലേന്ദ്രൻ പറഞ്ഞു, ഇങ്ങനത്തെ മണാവണ വർത്താനം പറയാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഫോൺ വെച്ചിട്ട് പോകാൻ നോക്കി. എന്റെ ഏട്ടനും ഒക്കെ ആയിരിക്കാം, എന്റെ ഏട്ടന്റെ സ്ഥാനമൊക്കെ ആയിരിക്കാം ഞാൻ ഇത്രയും നാളും ശിവേട്ടാന്നാ വിളിച്ചിരിക്കുന്നത്. ആ നാവ് കൊണ്ട് വേറെ ഒന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. ഞാനിപ്പോ എന്റെ മകനെ പുറത്തിറക്കാൻ നടക്കുന്നുണ്ടെങ്കിലേ അതൊരു ചെറിയ തുമ്പ് കിട്ടിയിട്ടാ, എന്റെ മകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട്. അല്ലാതെ എന്റെ മകൻ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരുടെയും കാലിലും കയ്യിലും പിടിക്കാന് ഈ ബാലചന്ദ്രൻ പോകത്തില്ലായിരുന്നു. ഈ ബാലചന്ദ്രൻ അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്റെ മകന് ജാമ്യം കിട്ടുവോ കിട്ടാതിരിക്കുവോ അതൊന്നും എനിക്കറിയില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഹരിയുടെ കാര്യത്തിന് മിക്കവാറും തീരുമാനമാകും. ഹരി നേരെ പോകുന്നത് സെൻട്രൽ ജയിലിലേക്ക് തന്നെയായിരിക്കും. അവന്റെ കയ്യിലിരിപ്പിന് അവൻ അവിടെ തന്നെ പോവണ്ടേ ശിവേട്ട? പിന്നെ അവൻ വേറെ എവിടെയാ പോകുന്നത്? അവൻ ചെയ്തു കൂട്ടി ഈ പാവങ്ങൾക്കൊക്കെ പിന്നെ ആ പെങ്കൊച്ച് മോക്ഷം കൊടുക്കുന്നതാണോ ഓർത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടും നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ഷൗട്ട് ചെയ്തപ്പോ കമല അടുത്ത് നിന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. കമലയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കണ്ടോ ബാലേന്ദ്രൻ പറഞ്ഞത് കേട്ടോ. അപ്പം അവന്റെ മകനെ രക്ഷിക്കാൻ പറ്റും, എന്റെ മകനെ രക്ഷിക്കാൻ അവന് പറ്റത്തില്ല. അവൻ ആരാ മോനെന്നറിയാമോ? നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവും ഒക്കെ കണക്കാ, സ്വന്തം കാര്യം സിന്ദാബാന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ. അല്ലാതെ അവർക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? അറിയത്തില്ല. അവരറിയാനും നോക്കുന്നില്ല, സ്വന്തം കാര്യം നോക്കാണ്. രോഹിത്തിനെ വെളിയിൽ ഇറക്കാൻ വേണ്ടി തന്നെയാണ് അലീന എന്ന് പറയുന്ന മാറ്റവളെ അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. അവിടെ ചെന്ന അലീന ആ പെങ്കൊച്ചിന്റെ തലയിൽ വേറെ മോദി കൊടുത്ത് ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് രോഹിത്ത് നിരപരാധിയാണെന്ന് വരുത്തി തീർക്കുകയാണ്. അല്ലാതെ ഒരിക്കലും അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. എന്റെ മോനെയും കൂടെ കൊണ്ടുപോയി കുഴി ചാടിച്ചത് അവനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവൻ പറഞ്ഞു, നിർത്തടി, കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്, നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അതെ, ആ പെണ്ണ് നിരപരാധിയാ രോഹിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അല്ലാതെ ഒരിക്കലും അലീന എന്ന് പറയുന്ന അവള് നുണ പറയത്തില്ല. ഇപ്പൊ അലീന ഭയങ്കര ചീലാവതിയായല്ലോ. അലീന നുണ പറയത്തില്ല. അലീന നിങ്ങൾക്കും എന്തെങ്കിലും മന്ത്രവന്ത്ര ഓതി തന്നോ? അലീന നുണ പറയത്തില്ല പോലും. ബാലചന്ദ്രൻ എന്ത് പറഞ്ഞാലും അവള് കേൾക്കുന്ന കൂട്ടത്തില. ബാലചന്ദ്രൻ എന്ത് പറഞ്ഞാലും അവള് ചെയ്യുന്ന കൂട്ടത്തില. അപ്പൊ നുണ പറയുന്നില്ല പോലും. ബാലചന്ദ്രൻ പൈസയും കൊടുത്ത് വിട്ട് കാണും അവളുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അവളെ കൊണ്ട് പറയിപ്പിച്ചു. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല, രോഹിത് അവളെ പീഡിപ്പിച്ചിട്ടില്ല, ഉപദ്രവിപ്പിച്ചിട്ടില്ല. എന്നിട്ട് എല്ലാം ലാസ്റ്റ് ഹരിയുടെ തലയെ കൊണ്ട് വെക്ക. രണ്ടാം പ്രതി ആരാ? രണ്ടാം പ്രതി വേറെ ആരും അല്ലല്ലോ, അവനല്ലേ രോഹിത്. ബാക്കി കിടക്കുക മൂന്നാം പ്രതി, നാലാം പ്രതി. അവർക്കാർക്കും ജാമ്യമില്ല, രോഹിത്തിന് ജാമ്യമുണ്ട്. അപ്പം പിന്നെ ബാലേന്ദ്രന്റെ കഴിവ് തന്നെ. നിങ്ങൾക്ക് ഒരു കഴിവില്ലാതെ ഇവിടെ ഇരുന്നോ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല കയറി പോവാണ് കേട്ടോ. കമലയ്ക്ക് വല്ലതും അറിയാമോ? കമലയുടെ മകൻ ആരാ വീരനെന്ന് കമലയ്ക്ക് അറിയാമെങ്കിൽ തന്നെ നമ്മുടെ കമല അങ്ങനെ നിൽക്കുവോ? ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഒരു റൂമിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. നാളെയാണല്ലോ ഈ പറയുന്ന നമ്മുടെ കോടതി വിധി വരാൻ പോകുന്നത്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ നടന്ന് എന്തൊക്കെയോ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഒരു ഗ്ലാസ് എന്തോ ജിഞ്ചർ ടീയോ കേട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പൊ കയറി ചെന്നപ്പോഴേ നമ്മുടെ അലീനയ്ക്ക് കാര്യം പിടികിട്ടിട്ടോ, ബാലചന്ദ്രൻ ഇരിക്കപ്പുറത്തി ഒന്നും ഇല്ലെന്ന്. അപ്പം ബാലചന്ദ്രനെ വിളിച്ചു, അച്ഛാന്ന് വിളിച്ചപ്പോഴത്തേക്കും അതൊന്നും ബാലചന്ദ്രൻ കാണുന്നുമില്ല, അലീന വന്നത് അറിയുന്നില്ല, വേറെ ഏതോ ഒരു ലോകത്താണ് കേട്ടോ നമ്മുടെ അലീന. അപ്പൊ ആ അലീന വിളിച്ചപ്പോഴത്തേക്കും ആദ്യം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പെട്ടെന്ന് അലീന വീണ്ടും അച്ഛാന്ന് വിളിച്ചപ്പോഴത്തേക്കും എന്താ മോളേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല അച്ഛൻ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, അച്ഛൻ എന്താ അച്ഛാ പറ്റിയെന്ന് ചോദിച്ചപ്പോ എന്ത് പറ്റാനോ, ഉറക്കവും വരുന്നില്ല, ഒരു സമാധാനവും കിട്ടുന്നില്ല, നാളത്തെ കാര്യം എന്താവുമെന്ന് അറിയത്തില്ലല്ലോ മോളെ, ഒരു എത്തുമിടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തോ എന്റെ മനസ്സ് പറയുന്നുണ്ട് രോഹിത് പുറത്തു വരും, അവള് നല്ല കുട്ടിയാച്ചാ, ആ ചരണിയില്ലേ അവള് മനസാക്ഷിയുള്ളവള് തന്നെയാ, അത് ഉറപ്പാ, അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും മൊഴി മാറ്റില്ലെന്നല്ല കേട്ടോ, അവൾ ഒരിക്കലും രോഹിത്തിനെ കുറ്റക്കാരനാക്കില്ല, അവള് ഉള്ള സത്യം അത് കോടതിയിൽ തുറന്നു പറയുന്ന എന്റെ മനസ്സ് പറയുന്നത് അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛൻ നടക്കാൻ പോകുന്നത്, അച്ഛന് അത് ഉറപ്പാ, അത് എന്തോ എന്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ നാക്ക് പൊന്നാകട്ടെ മോളെ, കാരണം എന്തോ ഒരുപാട് വിഷമം കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ ഒരു ഗുളിക എടുത്ത് കഴിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു, പക്ഷെ ഗുളിക കഴിച്ചാൽ പോലും ഉറക്കം വരാത്ത അത്രയും ഡോസാ, ഗുളികേനേക്കാളും വലിയൊരു ഡോസാ എന്റെ ശരീരത്തിൽ കിടക്കുന്നത്, അതെന്റെ ഉറക്കത്തെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പുറത്തിറങ്ങിയില്ല എങ്കിൽ, അവനെ രക്ഷിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ അച്ഛൻ എന്ന നിലയിൽ ഒരു കഴിവുകെട്ടവനായി പോവില്ലേ ഞാന് എന്നൊക്കെ ഇനി ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, അച്ഛനെ കൊണ്ട് കഴിയുന്ന മാക്സിമം ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും പറഞ്ഞു രോഹിത് ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്ന് പെടുന്നോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ, അച്ഛൻ അവനെ നല്ലതുപോലെ വളർത്താതെ ഒന്നും ഇരുന്നിട്ടില്ല, അച്ഛൻ അവന് നല്ലത് പറഞ്ഞു കൊടുത്ത് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്, പിന്നെ അവൻ ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹരിയുടെ കൂട്ടുകെട്ടൊക്കെ ആയിരിക്കാം, അത് ആദ്യമേ തന്നെ വിലക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട, ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങി മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കും അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കോഫിയൊക്കെ ജിഞ്ചർ ടീ അങ്ങാണ്ടൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മുടെ അലീന പോവുകയാണ്. അപ്പൊ അലീനയ്ക്ക് ഭയങ്കര വിഷമം കേട്ടോ, അച്ഛന്റെ ഈ മനസ്സും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമം. അപ്പൊ അലീനയുടെ മനസ്സൊന്ന് റിലാക്സ് ആകുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെ ഒക്കെ വിളിക്കുമ്പോഴാണല്ലോ. അങ്ങനെ നേരെ രേവതിക്കുട്ടീനെ ഫോൺ വിളിക്കാണ്ട്, അപ്പൊ രേവതിക്കുട്ടീനെ വിളിച്ചു. രേവതിക്കുട്ടീനെ വിളിച്ചപ്പോഴേക്കും രേവതി ഫോൺ എടുത്തു. രേവതി ഫോൺ എടുത്തിട്ട് എന്നെ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പതിവില്ലാതെ ഈ രാത്രി വിളി എന്നാന്ന് ചോദിച്ചപ്പോൾ എന്ത് മോളെ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, വേറെ ഒന്നുമല്ല, നാളെ അടി കോടതി വിധി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിനിപ്പോ എന്നാത്തിന് ചേച്ചിക്ക് ഉറക്കം വരാതിരിക്കുന്ന, പൊന്നാരെ ആങ്ങളെയാണല്ലോ അല്ലെ, അപ്പം പിന്നെ എങ്ങനെ ഉറക്കം വരാനല്ലേ, ഇടി ഇച്ചിരി സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞപ്പം എന്റെ പൊന്നലീന ചേച്ചി എന്ത് സമാധാനം, അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കുന്നു, ഇനിയിപ്പം അവൻ എന്ത് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞാൽ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ചേച്ചീനെ വരെ റേപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ അവന്, എന്നിട്ടാണോ അവൻ വലിയവരാന്ന് പറഞ്ഞ് നടക്കുന്നത്, എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടും. ചേച്ചി ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥിക്ക്, നമ്മളോട് ബ്രിജിത്താമ്മ പറഞ്ഞു തന്നിട്ടില്ലേ, നമുക്ക് എന്തിന്റെ ലാസ്റ്റ് നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് കാണും, അത് ഉറപ്പാ, അത് കാണും, എന്താന്ന് വെച്ചാൽ നല്ലത് തന്നെ നടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ എങ്ങനെയാണോ ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി അലീനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ ഒരു ബുദ്ധിമുട്ടിന് അങ്ങ് പറയുന്നത്, ആ ചേച്ചിയുടെ ആങ്ങളെയാ, എനിക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ ആങ്ങളെയാണല്ലോ, അപ്പൊ ചേച്ചിക്ക് അതിൻ്റെതായ ഒരു വിഷമമൊക്കെ കാണും, ചേച്ചി പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സമാധാനമൊക്കെ പെടുത്തി നമ്മുടെ അലീനയ്ക്ക് ഒരു ആശ്വാസവാക്കൊക്കെ ആകുന്നു. അങ്ങനെ നേരെ നമ്മുടെ അലീന ബ്രിജിത്താമ്മയുടെ ആ ഒരു ഫോട്ടോ വെച്ചേക്കുന്ന അലീനയുടെ മുറി ഉണ്ടല്ലോ, ആ മുറിയിൽ ചെന്നിട്ട് ബ്രിജിത്താമ്മയുടെ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കുകയാണ്. ബ്രിജിത്താമ്മയല്ലേ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്, ഞാൻ വന്നതിന് ശേഷം ഈ വീട്ടിൽ ഇതൊക്കെ നടന്നത്, അറിയാലോ അമ്മയ്ക്ക്, എങ്ങനെയെങ്കിലും നാളെ രോഹിത്തിനെ ഇവിടെ കൊണ്ടുവരിക്കണം, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും, അവന് നിരപരാധിയാണെങ്കിൽ ഉറപ്പായിട്ടും അവന് ജാമ്യം കിട്ടണം, ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിജിത്താമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഏറ്റവും ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ ഇപ്പം ബ്രിജിത്താമ്മ ദൈവത്തിനോട് പറയണം, ദൈവത്തിനോട് പറഞ്ഞിട്ട് നാളെ രോഹിത്തിനെ ജാമ്യം കിട്ടണം എന്നിങ്ങനെ ബ്രിജിത്താമ്മയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് വന്ന് സംസാരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ അലീനയോട്. ഇങ്ങനെ കൃഷ്ണമോൾക്കും ഡൗട്ടാണല്ലോ ഈ, അതായത് ജാമ്യം കിട്ടുവോ കിട്ടിയില്ലയോ അങ്ങനെ ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക എല്ലാവരും. ഭയങ്കര ഒരു, നമുക്കും ഇപ്പൊ നാളെ സംഭവിക്കുവോ, ഇനിയിപ്പൊ നാളെ പോവുമോ, അതോ ഇപ്പം ജയിലിന് വെളിയിൽ ഇറങ്ങുവോ, എന്തായിരിക്കും നമ്മുടെ ശരണ്യ പറയുന്നത്, അപ്പൊ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു പ്രഷർ എല്ലാവരുടെയും തലയിലുണ്ട്. ഇതേ സമയം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രേനെയാണ്, ചന്ദ്രയല്ല സോറി,
വൈജയാണേ. അപ്പൊ നമ്മുടെ വൈജ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അങ്ങനെ വൈജ ഇങ്ങനെ കിടന്നിങ്ങനെ ആതിരിഞ്ഞു മറിഞ്ഞൊക്കെ ആലോചിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പം രോഹിത്തിന്റെ കാര്യം എന്തായിന്നൊന്നും അറിയത്തില്ലല്ലോ. അലീനയും ബാലചന്ദ്രനും കൂടെ പോയായിരുന്നല്ലോ എറണാകുളം പാലാരിവട്ടത്തേക്ക് കാര്യങ്ങളൊക്കെ അറിയാനും അന്വേഷിക്കാനും DSPനെ കാണാനൊക്കെ പോയായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മുടെ വൈജ നേരെ ബബിതേനെയാണ് വിളിക്കുന്നത്. അങ്ങനെ ബബിതേനെ വിളിക്കുന്നു. ബബിതയാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ സ്പീഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോൺ വരുന്ന കണ്ടപ്പോ തന്നെ ദേഷ്യം വന്നു. പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞൊരു ഫോൺ എടുത്തിട്ട് എന്നെ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നാടി ഞാൻ ഫോൺ വിളിച്ചപ്പോ നിനക്ക് ഇത്ര ദേഷ്യം എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ബാലചന്ദ്രൻ പോയിട്ട് അവിടെ വന്നില്ലേ, അവളെയും കൂട്ടി വന്നില്ലേ, അതോ ഇനിയിപ്പോ 3-4 ദിവസം കഴിഞ്ഞാൽ എത്തത്തുള്ളോ, വല്ല റിസോർട്ടിലും ആയിരിക്കുമോ ചുറ്റിക്കറങ്ങല്ലേ, അന്ന് പോയ പോലെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവരിവിടെ വന്നു. എന്നിട്ട് നീ എന്താടി അവിടുത്തെ കാര്യമൊന്നും എന്നോട് വിളിച്ചു പറയാതിരുന്നത്, രോഹിത്തിന്റെ കാര്യം എന്തായി? ഓ, രോഹിത്തിന് ജാമ്യം കിട്ടണ്ടെന്നല്ലേ അമ്മ വിചാരിക്കുന്നത്? അമ്മ പറയുന്നത് അലീനയാ ജാമ്യം എടുത്തു കൊടുക്കുന്നതെങ്കിൽ, അലീനയാ കൈയും കാലും പിടിക്കാൻ പോയേക്കുന്നതെങ്കിൽ അവളുടെ ആ ഒരു മനസാക്ഷിക്ക് തല തെറ്റു കൊടുക്കത്തില്ല. അവള് ഇനിയിപ്പം പുറത്തിറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, രോഹിത് ജയിലിൽ കിടന്നോട്ടെ എന്നൊക്കെയല്ലേ അമ്മ ചിന്തിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ അമ്മ ഇതൊക്കെ അറിയുന്നത് നിൽക്കുമ്പോ പെണ്ണ നീ എന്താ വെച്ചിട്ടുണ്ടെ കാര്യം പറയാൻ പറഞ്ഞു. അത് പിന്നെ എന്ത് ചെയ്യാനാ, അച്ഛൻ പറഞ്ഞത് വേറൊന്നും അല്ല, DYSPക്ക് എന്നല്ല, അങ്ങ് മേളിലെ ആരെ പോയി കണ്ടാൽ പോലും ഇതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. പോലീസുകാർ അങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഓ പിന്നെ എന്തിനാ അവളെയും കെട്ടിവലിച്ചോണ്ട് അങ്ങ് പാലാരിവട്ടം വരെ പോയത്? അപ്പൊ DYSP ഓഫീസിലൊന്നും അല്ലായിരിക്കും പോയത്, വേറെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞപ്പോ അതൊന്നും എനിക്ക് അറിയില്ല അമ്മയെന്ന് പറയുമ്പോ പിന്നെ നിനക്ക് എന്താടി അവിടെ നടക്കുന്ന അറിയാമെന്ന് ചോദിക്കുമ്പോ അമ്മയ്ക്ക് ഇത് എന്താ ഈ പാതിരാത്തെ വിളിച്ചിട്ട് മനുഷ്യനെ മെനക്കെടുത്താനാണോ, എന്നത്തിന് എന്റെ തല മണ്ടയിലേക്ക് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ കൃഷ്ണയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൃഷ്ണ മേടിച്ചിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എടി നിന്റെ അച്ഛൻ പോയിട്ട് കാര്യങ്ങൾ എന്താ എടി എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ അച്ഛൻ പോയിട്ട് കാര്യം എന്താകാനാ, രോഹിതേട്ടന്റെ കേസ് നാളെയാണല്ലോ എന്തോ വിധിയോ കാര്യങ്ങളോ ഒക്കെ വരാൻ പോകുന്നത്. അപ്പൊ ആ പെങ്കൊച്ചു പറയുന്ന പോലെ ഇരിക്കുന്ന പറയുന്നത്, വേറൊന്നും അറിയത്തില്ല അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നീയും ഒരക്ഷരം എന്നോട് പറയത്തില്ലല്ലേ? എന്റെ അമ്മയെ എനിക്ക് അറിയാമെങ്കിലല്ലേ ഞാൻ പറയത്തുള്ളൂ. DYSPനൊക്കെ കാണാൻ പോയി, അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. അച്ഛൻ വല്ലാത്ത ടെൻഷനിലാണെന്ന് പറഞ്ഞപ്പോ ഓ പിന്നെ എന്നത്തിന് അലീനയെ കെട്ടി വിളിച്ചോണ്ട് പോയത് അങ്ങോട്ട്? അത് പിന്നെ അലീന ചേച്ചി DYSP ഓഫീസിൽ പോയത് വേറെ ഒന്നും കൊണ്ടുമല്ല, അന്ന് അലീന ചേച്ചീനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് DYSP നേരിട്ട് എന്ന് ബന്ധപ്പെട്ടിട്ടൊക്കെ ആണല്ലോ. അവിടെ രേവതി എന്ന് പറയുന്ന ചേച്ചിയില്ലേ അലീന ചേച്ചിയുടെ കൂടെ ഉള്ളത്, അവര് നിൽക്കുന്ന വീട്ടിലെ ഏതോ റിലേറ്റീവ് ഒക്കെയാണ് ഈ പറയുന്ന DYSP. അപ്പൊ ആ ഒരു ഇതിലാണ് ചേച്ചീനെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനെയാ. പിന്നെ അമ്മ എന്താ വിചാരിച്ചത്? അല്ല അമ്മ ഏതോ വീടെടുത്തെന്നോ മാറി താമസിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് കേട്ടു, ശരിയാണോ? ഞാൻ വീടെടുത്തു, ഞാൻ മാറി താമസിക്കാൻ പോവാ, അല്ലാതെ നീയും നിന്റെ അച്ഛനും കൂടെ അവളെ കയറ്റി അവിടെ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുകയല്ലേ, അങ്ങോട്ടേക്ക് ഞാൻ വരണോ? ഒരിക്കലും അവളെ അവിടെ പ്രതിഷ്ഠിക്കുന്ന കാലം അത്രയും ഞാൻ അവിടെ വരത്തില്ല. അവൾ ആ വീട്ടിൽ നിന്ന് എന്നിറങ്ങുന്നോ അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മേനെ കിട്ടും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അമ്മയ്ക്ക് ഇത്ര വാശി പിടിക്കേണ്ട ഒരു യോഗ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എന്താടി നീ പറഞ്ഞത്, യോഗ്യതയുണ്ടോ, നീ എന്നെ ചോദ്യം ചെയ്യാറായോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആരുടെയാ കൃഷ്ണമോളുടെ മേത്തേക്ക് അങ്ങോട്ട് തട്ടിക്കേറാണ്. അപ്പം കൃഷ്ണമോള് ഞാനൊന്നും ഇല്ലേ അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷെ അമ്മ ഒരു കാര്യം ഓർത്തോണം, അലീന ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് അമ്മയ്ക്ക് ഇവിടെ കയറാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റൂന്ന് തോന്നുന്നില്ല, അച്ഛൻ അതിന് സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ടിട്ടെ. ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ ശരണ്യൊക്കെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി കോടതിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ ശരണ്യയുടെ മനസ്സ് മാറുവോ, ശരണ്യ അതെയോ ഇനിയിപ്പം മൊഴി പഴയതുപോലെ തന്നെ നമ്മുടെ രോഹിത് കുറ്റക്കാരനാണ് എന്ന് മൊഴി കൊടുക്കുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ശരണ്യയുടെ മനസ്സിന് അറിയാം എന്താ നടന്നതെന്ന്. ഏതായാലും ശരണ്യ മൊഴിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ശരണ്യ പറയാൻ പോകുന്നത് രോഹിത് നിരപരാധി തന്നെയാണെന്നാണ്. അങ്ങനെ നമ്മുടെ രോഹിത് രക്ഷപ്പെട്ട് നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ? അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ നാളത്തെ ഫുൾ വിശേഷമായിട്ട് രാവിലെ വരാം. അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.